ഓരോ വാർഡിലും അതിദരിദ്രരായിട്ട് ഉൾപ്പെടുത്തേണ്ടവരെ ശുപാർശ ചെയ്യുന്നു. അതും കഴിഞ്ഞ് ഗ്രാമസഭ ആ ജനകീയ സമിതി ശുപാർശ ചെയ്ത പട്ടിക ഗ്രാമസഭ പരിശോധിച്ച് അത് അംഗീകരിക്കുന്നു. അത് കഴിഞ്ഞ് ഓരോ തദ്ദേശ സ്ഥാപനത്തിൻ്റെയും ഭരണസമിതി, ഓർക്കണം, തദ്ദേശ സ്ഥാപന ഭരണസമിതി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയാണ്. ഭരണസമിതി ഔദ്യോഗികമായിട്ട് അപ്രൂവ് ചെയ്യുന്നു ആ പഞ്ചായത്തിലെ അതിദരിദ്രരുടെ പട്ടിക. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഗ്രാമസഭകൾ ശുപാർശ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ. അതിൽ UDF ഭരണസമിതികളുണ്ട്, എല്ലാവരുമുണ്ട്. ഇത്രയും വലിയൊരു പ്രോസസ്സ് നടന്ന സമയത്ത് ഇവർക്ക് നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ വിമർശനങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാമായിരുന്നല്ലോ. ഇവരെവിടെയായിരുന്നു? ഉറങ്ങുകയായിരുന്നു ആ കാലത്തെല്ലാം. ഇവരാരും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടില്ലല്ലോ. അതിനുശേഷം നോക്കൂ, 2022-ൽ 2023-ൽ 2024-ൽ ഒക്കെ ഇക്കണോമിക് റിവ്യൂ ഇക്കാര്യങ്ങൾ ഇതിൻ്റെ നടപ്പിലാക്കുന്നതിൻ്റെ പുരോഗതി വിശദീകരിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും അസംബ്ലിയിൽ പ്രതിപക്ഷം ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടോ? അതിദാരിദ്ര്യമെന്നൊരു വാക്ക് ഇവർ ഉച്ചരിച്ചിട്ടുണ്ടോ? ചോദ്യമോ സബ്മിഷനോ അല്ലെങ്കിൽ മറ്റേ കോളിംഗ് അറ്റൻഷനോ? ഇനി അതൊന്നും വേണ്ട. തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് ഡിസ്കഷൻ നടക്കുമല്ലോ എല്ലാ വർഷവും. ആ ഡിസ്കഷനിൽ ഒരു വരിയായിട്ടെങ്കിലും ഇവരാരെങ്കിലും ഇക്കാര്യങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ടോ?